കാസർഗോഡ് മഞ്ചേശ്വരത്ത് ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ മരണത്തിൽ വിവാദം. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ ശബ്ദ സന്ദേശങ്ങൾ പ്രചരിച്ചതാണ് വിവാദത്തിലേക്ക് നയിച്ചത്. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് 1 വർഷമാകാറായിട്ടും അന്വേഷണം എവിടെയും എത്തിയില്ലെന്ന് കുടുംബം ആരോപിച്ചു. മഞ്ചേശ്വരം ബായാർ പദവിയിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദം കത്തുന്നതിനിടെ തെറ്റായ പ്രചരണം തുടരുകയാണെന്ന ആരോപണവുമായി ആസിഫിന്റെ മാതാവ് രംഗത്തെത്തി. ഡിവൈഎഫ്ഐ നേതാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ കഴിഞ്ഞ ദിവസം പ്രചരിച്ച ശബ്ദ സന്ദേശത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കണമെന്ന് മരണപ്പെട്ട ആസിഫിന്റെ മാതാവ് ആവശ്യപ്പെട്ടു. തെളിയിക്കും, നിങ്ങൾക്ക് ഇതാക്കിയിട്ട് തരുമെന്നിട്ട് ചെല്ലിന് എൻ്റെ മരിച്ച് പിന്നെ ഈ കേസുമായിട്ട് ഇതാക്കിയിട്ട് ആരും എൻ്റെ വീട്ടിൽക്കാരും വന്നിട്ടുമില്ല. അനക്ക് എന്ത് ഒരു സാവധാനം ഇതാക്കിയിട്ടില്ല. ജനുവരി 15-നാണ് പൈവളിക കായർക്കട്ടയിൽ റോഡരികിൽ നിർത്തിയിട്ട ലോറിയിലായിരുന്നു മുഹമ്മദ് ആസിഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലോറിയുടെ ഉള്ളിലും ഡ്രൈവറുടെ സീറ്റിന് സമീപമുള്ള ഡോറിലും രക്തക്കറ കണ്ടെത്തിയിരുന്നു. ആസിഫ് പുലർച്ചെ 2 മണിക്ക് വീട്ടിൽ നിന്ന് ടിപ്പർ ലോറിയുമായി പുറത്തേക്കിറങ്ങിയതാണെന്നാണ് ബന്ധുക്കൾ പോലീസിനും പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിനും മൊഴി നൽകിയത്. വീട്ടിൽ നിന്നും മാറി 3 കിലോമീറ്റർ അകലെയാണ് ലോറിയും മൃതദേഹവും കണ്ടെത്തിയത്. മരണം നടന്ന് 1 വർഷം കഴിഞ്ഞിട്ടും കേസിൽ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും വ്യക്തമായ ഒരു നിഗമനത്തിലെത്താനും ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ പുറത്തുവന്ന ചില ശബ്ദ സന്ദേശങ്ങൾ കൊലപാതകമെന്ന നിഗമനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.